നമസ്തേ ഓൾ ഓഫ് യു. വെൽക്കം ടു ദ ബ്രേക്ക് ത്രൂ ക്ലാസ്സസ്. ഇന്നൊരു പുതിയ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യം ചില ടിപ്പുകൾ പറഞ്ഞു തരാനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ടെൻഷനുകളിലൂടെ പോകേണ്ടതാണ് നിങ്ങളുടെ ലൈഫ്. പോകുന്നതാണ്. കാരണം ജീവിതത്തിൽ ഒരുപാട് ടെൻഷനുകൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൂടുതൽ അനുഭവിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പോയ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെയൊക്കെ സമയത്ത് സ്കൂൾ വിദ്യാഭ്യാസം മാത്രം ടെൻഷനുള്ളതൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. കാരണം ഒന്നോ രണ്ടോ കുട്ടികളാണ് ഒരു വീട്ടിലുള്ളത്. വീട്ടിലുള്ളവരെ ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നു പഠിക്കാനായിട്ട്. പക്ഷെ അതിനനുസരിച്ചൊരു റിസൾട്ട് കിട്ടാതെ ആവുമ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത്ര ചീത്ത പ്രശ്നങ്ങളുണ്ടാകുന്നു. സ്കൂളിലും അത് തന്നെ അവസ്ഥ. സ്കൂളിലും നല്ല രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യാതെ ആകുമ്പോൾ മാർക്ക് കുറയുമ്പോൾ സ്കൂളിൽ നിന്നുള്ള പ്രഷർ നിങ്ങൾക്ക് ഉണ്ടാവും. അതിനുശേഷം ഒരു ട്യൂഷൻ ക്ലാസ്സിൽ നിങ്ങളെ ചേർത്തും അവിടെ നിന്നുള്ള പ്രഷർ നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ കൂട്ടുകാരുടെ മുന്നിൽ ആരാവാൻ പറ്റുന്നില്ല, സ്കൂളിലും നന്നായി നടക്കാൻ പറ്റുന്നില്ല, വീട്ടുകാരുടെ മുന്നിൽ മോശക്കാരനാവുന്നു. അത്തരത്തിലുള്ള ഒരുപാട് ഫീലിങ്സ് കൊണ്ട് വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. കാരണം ഇപ്പം എല്ലാ കുട്ടികൾക്കും മുന്നോട്ട് വരണം എന്നാണ്. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എല്ലാവർക്കും അങ്ങനെ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെ പറ്റാത്ത കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം, ബുദ്ധിമുട്ട്, അസ്വസ്ഥതകളൊക്കെ സാധാരണയായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെന്ന്. ഒന്ന്, നിങ്ങൾക്ക് ആരും ആവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമാണ്. മാത്രമല്ല എപ്പോഴും തോൽവികൾ നേരിടേണ്ടി വരുന്നു. വിചാരിക്കുന്നത് പോലെ നമുക്ക് അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. ആളുകളുടെ മുന്നിൽ, പാരൻസിൻ്റെ മുന്നിൽ, അധ്യാപകരുടെ മുന്നിലൊക്കെ നല്ല വ്യക്തിയായി കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ ആകുന്നു, ഞാൻ മാത്രം മോശക്കാരൻ അല്ലെങ്കിൽ മോശക്കാരി, അത്തരത്തിലൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരാറുണ്ടായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്ത് നിൽക്കേണ്ടതെന്നാണ് ഒന്നാമത്തെ ടിപ്പ് ഞാൻ പറയാൻ പോകുന്നത്. ഫേസ് ദ ഫെയിലിയേഴ്സ്. എങ്ങനെ നമ്മൾ തോൽവികളെ നേരിടാം എന്നുള്ളതാണ്. തോൽവികൾ വരുമ്പോൾ സാധാരണ കുട്ടികൾ വളരെയധികം ഡിപ്രസ്ഡ് ആയി പോകും. മാനസികമായിട്ട് അവർ വളരെയധികം ടെൻഷനിലായി പോയിട്ട് തോൽവിക്ക് അടിമപ്പെട്ടു പോകും. അങ്ങനെ നമ്മൾ ഒരിക്കലും ആവരുത്. കാരണം തോൽവികളെയാണ് നമ്മൾ തോൽപ്പിക്കേണ്ടത്, അല്ലേ? അപ്പോൾ തോൽവിക്ക് മുൻപിൽ നമ്മളൊരു ഡിഫൻഡറായിട്ട് നിൽക്കുന്നതായിട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ പവർ ഉപയോഗിച്ചിട്ട് തോൽവിനെ അടിച്ചമർത്തുന്നതായിട്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ട് തോൽവിക്കെതിരെ പോരാടാനുള്ള ഒരു ശേഷി, മാനസിക അവസ്ഥ നിങ്ങൾ എടുത്തേ പറ്റൂ. തോൽവിയല്ല നമ്മളെ ഭരിക്കേണ്ടത്, നമ്മളാണ് തോൽവിയെ ഭരിക്കേണ്ടത്. ആ ഒരു ചിന്ത അടിയുറച്ച് നിങ്ങൾ വിശ്വസിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഒരു തോൽവി ഉണ്ടാകുമ്പോൾ അതിനടുത്ത് തന്നെ ഒരു ജയമുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ അതിന് കുറച്ച് ദൂരം കൂടും. നമ്മുടെ പ്രവർത്തനം അനുസരിച്ച് അതിന് ദൂരം കൂടും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയം, 1-2 പ്രാവശ്യം വീണ്ടും തോൽവി നമ്മൾ അനുഭവിച്ചിട്ട് ആവും നമുക്ക് അടുത്ത ജയമുണ്ടാവുക. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തോൽവിയെ ഞാൻ അടിച്ചമർത്തിയിരിക്കും, തോൽവി എന്നെയല്ല അടിച്ചമർത്തേണ്ടത് എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. അതാണ് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാത്തിനെയും നല്ല രീതിയിൽ ഉൾക്കൊള്ളാനുള്ളൊരു മനോഭാവം. നമ്മളുടെ മനോഭാവം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പെരുമാറ്റ രീതികളൊക്കെ ഉണ്ടാവുക. അപ്പം നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പുറത്ത് കാണുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഉള്ളിൽ നിറച്ച് നെഗറ്റിവിറ്റി ആണെങ്കിൽ നമ്മൾ കാണുന്നതിലെല്ലാം അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എല്ലാം കാണുന്നതിൽ നിന്ന് നന്മകൾ മാത്രം ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. കാരണം ഈ ശേഖരിച്ചു വെക്കുന്ന അറിവുകളിൽ നിന്നാണ് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. അതുകൊണ്ട് ആ വ്യക്തിത്വത്തെ നന്നായിട്ട് വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യാൻ നമ്മൾ പ്രാപ്തരാവണം. അതിനെന്ത് വേണം? പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട്സ് വേണം. നമുക്ക് നല്ല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന, നല്ല അറിവ് നൽകുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ടാവണം. അതുപോലെ പോസിറ്റീവായിട്ടുള്ള അറിവുകൾ തരുന്ന പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. അതുപോലെ പോസിറ്റീവായിട്ടുള്ള സോഷ്യൽ മീഡിയാസ് നമ്മൾ ഉപയോഗിക്കണം. അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും നമ്മൾ മാക്സിമം ഉൾക്കൊള്ളാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ശേഖരിച്ചു വെക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയെ പോസിറ്റിവിറ്റി ആയിരിക്കും. അപ്പം നമുക്ക് കാണുന്നതിലെല്ലാം നന്മകൾ കാണാനും മനസ്സിലാക്കാനും സാധിക്കും. ഒരു നാണയത്തിന് 2 വശം എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളിലും നന്മയും തിന്മയും ഉണ്ടാവും. അപ്പം നമ്മൾ ഏതാ എടുക്കേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, മറ്റുള്ളവരല്ല.
മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? നല്ല കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അതിനോടനുസരിച്ച് സഞ്ചരിക്കാൻ നമ്മൾ പഠിക്കുകയും വേണം. അങ്ങനെ നമ്മൾ മുഴുവനായും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിത്വമായി മാറിക്കഴിഞ്ഞു. പൂമ്പാറ്റയെ കണ്ടിട്ടില്ലേ? പൂമ്പാറ്റ എങ്ങനെയാണ്? എല്ലാ പുഷ്പങ്ങളിലും പോയി അതിലത്തെ ഏറ്റവും നല്ല എസൻസ് മാത്രമാണ് ശേഖരിക്കുക, തേൻ മാത്രമാണ് ശേഖരിക്കുക, അല്ലേ? അത്തരത്തിലൊരു സ്വഭാവമായിരിക്കണം നമ്മളുടേത്. എവിടെ പോയാലും എന്ത് കണ്ടാലും മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നല്ലത് മാത്രം ശേഖരിച്ച് നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യുക. നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ സാമൂഹികമായ വളർച്ചയ്ക്ക്, ബുദ്ധിപരമായ വളർച്ചയ്ക്ക് എല്ലാം ആ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കേണ്ടത്. മൂന്നാമത്തേതായിട്ട് ഇമാജിൻ ദ ഇമ്പോസിബിൾ, ബ്രേക്കിംഗ് ദ ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇമാജിൻ ചെയ്യാൻ പഠിക്കണം. ഇമാജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കല്പിക്കാൻ നമുക്കറിയണം. അത് നമ്മുടെ ക്രിയാത്മകത വളർത്തും, ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കും. അങ്ങനെ ഇമാജിനേഷനിലാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ സുഖസൗകര്യങ്ങളും നമുക്കുണ്ടായത്. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് ചിന്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മൊബൈൽ ഫോൺ ഉണ്ടാവില്ല, ഫോൺ ഉണ്ടാവില്ല, വൈദ്യുതി ഉണ്ടാവില്ല, ബൾബുകൾ ഉണ്ടാവില്ല, TV ഉണ്ടാവില്ല, കാർ ഉണ്ടാവില്ല, ഫ്രിഡ്ജ് ഉണ്ടാവില്ല, ഒരു ആധുനിക സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാവുമായിരുന്നില്ല. എങ്ങനെയല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഇമാജിനേഷൻ നടപ്പിലാക്കിയിരുന്നില്ല എങ്കിൽ. എല്ലാ കാര്യങ്ങളും ആദ്യമായി സംഭവിക്കുന്നത് ആ കണ്ടുപിടിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലെ ഇമാജിനേഷനിലാണ്. അതിനുശേഷമാണ് അത് പ്രാവർത്തികമാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇമാജിനേറ്റീവ് സ്കില്ല് നമ്മൾ വർദ്ധിപ്പിച്ചേ മതിയാവൂ. അതുകൊണ്ട് സയൻസ് ആയാലും സോഷ്യലായാലും മാത്സ് ആയാലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ കൂടുതൽ ഇമാജിനേറ്റീവ് സ്കില്ല് ഉപയോഗിച്ച് അതിൻ്റെ വിവിധ തലങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ തന്നെ നേടിയെടുക്കണം. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വരും. അപ്പോൾ അത് അത്തരത്തിലൊരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേ പറ്റൂ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സയൻസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുകയാണ്. നമ്മൾ നേരിട്ട് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് നടത്തുന്നതായിട്ട് സങ്കല്പിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് പോയിട്ട്, സിനിമാ നടന്മാർ ആരെങ്കിലും ആയിക്കോട്ടെ, അവരിഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് പോയിട്ട് അത് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അതിൻ്റെ റിസൾട്ട് വരുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ സാങ്കല്പികമായ രീതിയിൽ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കി നമ്മളതിനെ ഇമാജിൻ ചെയ്യുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ പഠിക്കുമ്പോൾ യുദ്ധം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ നമ്മൾ ഇമാജിനേറ്റീവ് സ്കില്ല്, നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ രണ്ട് സൈഡിലും, അങ്ങനെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നതായിട്ടും അതിൽ ഇന്ന ആള് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആള് വിൻ ചെയ്യുന്നതായിട്ടൊക്കെ സങ്കല്പിക്കുമ്പോൾ ഈ പഠിക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും. അതുകൊണ്ട് ഇമാജിനേറ്റീവ് സ്കില്ല് നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് പഠിക്കുന്ന സമയത്താണ്. അങ്ങനെ പഠനത്തിലൂടെ അത് വളരാൻ തുടങ്ങും. അങ്ങനെ വളർന്ന് നമ്മുടെ ഉള്ളിലൊരു ഇമാജിനേഷൻ കറക്റ്റായിട്ട് ഫോം ചെയ്യാൻ തുടങ്ങും. പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ അറിവുകളും ഭൂമിയിൽ ഉണ്ടായത്. അപ്പോൾ അത് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം. ഒരു ചെറിയ ഇമാജിനേഷനിൽ നിന്നാണ്, അബ്ദുൽ കലാം സാറിൻ്റെ ഇമാജിനേഷനിൽ നിന്നാണ് നമുക്ക് ഉപഗ്രഹം പോലും വിക്ഷേപിക്കാൻ സാധിച്ചത്, ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തിന്. അതുകൊണ്ട് ഇമാജിനേഷൻ ചെയ്യാനായിട്ട് ബ്രേക്കിംഗ് ദ ലിമിറ്റ്സ് ആണ്. അതിന് ഒരുപാട് ലിമിറ്റ്സൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊക്കെ കവർ ചെയ്ത് നമ്മൾ ചിന്തിക്കാൻ നമ്മൾ പ്രാപ്തരാവണം. ആ ചിന്ത എത്രത്തോളം നമ്മളിൽ രൂഢമൂലമാകുന്നുവോ, എത്രത്തോളം സ്ട്രോങ് ആയിട്ട് വരുന്നുവോ അത്രയും അതിനെ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും. പതുക്കെ നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇമാജിനേഷൻ സ്കില്ല് നിങ്ങൾ വളർത്തിയെടുത്തേ പറ്റും. നാലാമതായിട്ട് വിദ്യാർത്ഥികളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ചാർട്ടിംഗ് ദ ടൈമാണ്. അത് വിദ്യാർത്ഥികൾ മാത്രമല്ല, എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. സമയം എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്നൊരു ബോധം നമ്മളിൽ ഉണ്ടാവണം. കൃത്യമായി സമയം ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. നിങ്ങൾ ചെറിയ കുട്ടികളാണെങ്കിൽ ആ ചെറുപ്രായത്തിൽ തന്നെ അത് ശീലിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും. എങ്ങനെയാണ് നമ്മൾ സമയം ചാർട്ട് ചെയ്യുക? നമ്മൾ കാലത്ത് എഴുന്നേറ്റ് വൈകുന്നേരം വരെയുള്ള സമയം കൊണ്ട് നമ്മൾ ഒരുപാട് സമയം വെറുതെ വേസ്റ്റാക്കി കളയുന്നുണ്ട്. വേസ്റ്റിംഗ് ഓഫ് ടൈം എന്തായാലും ഒഴിവാക്കണം. അതിനുശേഷം നമ്മൾ കാലത്ത് എഴുന്നേറ്റാൽ ഉടനെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, അർജൻറ്റ് അല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഇന്ന് ചെയ്തു തീർക്കേണ്ടത് അന്നന്നത്തെ കാര്യങ്ങളാണ് കേട്ടോ. ഇന്ന് ചെയ്തു തീർക്കേണ്ടത് ഏതൊക്കെയാണ്, അർജൻറ്റായതും പ്രധാനപ്പെട്ടതും ഏതാണ്, അങ്ങനെ ഒരു തരംതിരിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കിയതിന് ശേഷം അർജൻറ്റായതും പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങൾ ആദ്യം ചെയ്യുക, അതിനുശേഷം അർജൻറ്റായ കാര്യങ്ങൾ ചെയ്യുക, അതിനുശേഷം അത്ര അർജൻറ്റ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ 3 തരത്തിൽ ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രവർത്തനങ്ങളെ അങ്ങനെ രൂപം കൊടുത്ത് ആ സമയക്ലിപ്തത കൊടുത്ത് അതിനനുസരിച്ച് ഫോളോ ചെയ്ത് വന്നാൽ അത് ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ മീഡിയയിലെ അനാവശ്യമായ സമയം വേസ്റ്റാക്കുന്നത് ഒഴിവാക്കാം. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു കൃത്യസമയ ക്ലിപ്തത വെച്ചിട്ട് വേണം.
ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ദോഷം ചെയ്യും. അധികമായാൽ അമൃതും വിഷം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ നമുക്ക് ഗുണം ചെയ്യുമെന്ന് നിങ്ങൾ പറയുന്നു. ഓക്കെ, ശരിയാണ്. പക്ഷേ അതൊരു സമയത്തിലധികം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണിന്, നമ്മുടെ ശരീരത്തിന്, മനസ്സിനും ഒക്കെ ദോഷകരമാണ്. കാരണം നമ്മൾ നടക്കുന്നില്ല, നിൽക്കുന്നില്ല, എപ്പോഴും ഇതേ ഒരു സംഭവത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചയെ അത് ബാധിക്കും, നമ്മുടെ ശരീരത്തിനെ അത് ബാധിക്കും, നമ്മുടെ മനസ്സിനെ ബാധിക്കും, ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ബാധിക്കും. അതുകൊണ്ട് കാര്യങ്ങൾക്ക് അത് മോശമാണ്. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ മാത്രമാണ് ഞാൻ അതിലുള്ള ചാനലുകൾ, TV ചാനലുകൾ കാണുന്നുള്ളൂ. അത്തരത്തിൽ ഒരു ബോധം നിങ്ങളിൽ ഉണ്ടാക്കുകയും ആ സമയ ക്ലിപ്തത കറക്റ്റായിട്ട് പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അത് നിങ്ങൾ സ്വായത്തമാക്കിയേ പറ്റൂ. അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിനും ഒരുപാട് ഗുണം ചെയ്യും. അതുകൊണ്ട് ആ ടൈമിംഗ്, ചാർട്ടിംഗ് കറക്റ്റായിരിക്കണം. കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കണം, കറക്റ്റ് സമയത്തിന് ഉറങ്ങണം. ഉറക്കം വളരെയധികം അത്യാവശ്യമാണ്. സമാധാനപരമായിട്ടുള്ളൊരു മാനസികാവസ്ഥയ്ക്ക് ഉറക്കം അത്യാവശ്യമാണ്. നല്ല ഭക്ഷണവും അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളും നന്നായി നടന്നാൽ മാത്രമേ നിങ്ങളുടെ വളർച്ചയും പൂർണ്ണമാവുള്ളൂ. കളിക്കുന്ന സമയത്ത് നന്നായി കളിക്കുക, പഠിക്കുന്ന സമയത്ത് നന്നായി പഠിക്കുക, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നന്നായി ഭക്ഷണം കഴിക്കുക, ഉറങ്ങുന്ന സമയത്ത് നന്നായി ഉറങ്ങും. എന്ത് പണിയാണോ ചെയ്യുന്നത് അത് ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കുക. ഡു ദ ബെസ്റ്റ്. ആ സമയം കളിക്കുന്ന സമയത്തല്ല പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് ഒക്കെ പ്രശ്നമാണ്. ഓക്കെ, അതുകൊണ്ട് സമയത്തെ ചാർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. 5ാമതായിട്ട് വിജയത്തിലേക്കുള്ള പാതയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വേ ടു സക്സസ്. എങ്ങനെയാണ് നമ്മൾ ആ വിജയത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ചേരുക? അതിന് മാർഗമുണ്ട്. ഒന്നാമതായി ഒരു എയിം, നമുക്കൊരു ഗോൾ ഉണ്ടാവണം, ഒരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യം സെറ്റ് ചെയ്യുക. നമ്മുടെ മനസ്സിൽ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുക. എപ്പോഴാണ്, എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നതിനെക്കുറിച്ച് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ആ ഗോൾ സെറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ആ ഗോൾ നേടിയെടുക്കാൻ, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങുക. അറിവുകൾ ശേഖരിക്കുക. അതിനു വേണ്ടിയുള്ള അറിവുകൾ എവിടെ നിന്നൊക്കെ കിട്ടുമോ, അധ്യാപകരിൽ നിന്ന് കിട്ടുമോ, പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുമോ, മീഡിയാസിൽ നിന്ന് കിട്ടുമോ, എവിടെ നിന്ന് കിട്ടുമോ അവിടെ നിന്നൊക്കെ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അറിവുകൾ നിങ്ങളിങ്ങനെ ശേഖരിച്ചു കൊണ്ടേയിരിക്കും. 3ാമത്, ഈ അറിവുകളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹാർഡ് വർക്ക് തുടങ്ങാം. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ തുടങ്ങണം. ക്ഷമയോടുകൂടി തുടങ്ങണം. ആ പ്രവർത്തനങ്ങൾ തുടങ്ങി എവിടേക്ക് എത്തും? നിങ്ങൾ നിങ്ങളുടെ വിജയത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ചേരുന്നതാണ് 4ാമത്തെ പോയിന്റ്. ഉറപ്പായിട്ടും നിങ്ങൾ സക്സസ്സിലേക്കാണ് എത്തുക. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം മനസ്സിരുത്തി മനസ്സിലാക്കി നിങ്ങളുടെ കഴിവുകളെ വികസിപ്പിച്ചെടുത്ത് നിങ്ങളുടെ ലക്ഷ്യബോധത്തിലേക്ക് നിങ്ങൾ തന്നെ ചെന്നെത്തേണ്ടതുണ്ട്. കാരണം ജീവിതം നിങ്ങളുടെ മാത്രമാണ്. അച്ഛനും അമ്മയും എല്ലാവരും എല്ലാ കാലത്തും നമ്മളെ സപ്പോർട്ടായിട്ട് ഉണ്ടാവില്ല. അത് നിങ്ങൾ എന്തായാലും ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ്. അധ്യാപകരും ആകെ കൂടി രണ്ട് വിഭാഗക്കാരാണ് നിങ്ങളോട് ഏറ്റവും കൂടുതലായിട്ട് ചീത്ത പറയുക, അധ്യാപകരും മാതാപിതാക്കളും. കാരണം എന്താ അറിയോ, അവരാണ് നിങ്ങളെ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ ചെറിയ ചെറിയ തെറ്റുകൾ തിരുത്തി നിങ്ങളെ നന്നാക്കി വളർത്തിയെടുക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ പലർക്കും അത് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് അവരവരുടെ രീതിക്ക് അങ്ങ് പറയും. അപ്പോൾ ദേഷ്യപ്പെടുന്ന അച്ഛനമ്മമാരാണെങ്കിൽ അവർ ദേഷ്യപ്പെട്ടിട്ടാവും പറയുക. അതൊരിക്കലും നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, നിങ്ങൾ നന്നായി വരാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അവിടുന്ന് വഴിതെറ്റി പോകുന്നു എന്ന് കാണുമ്പോൾ സങ്കടം കൊണ്ടാണ് ആ ദേഷ്യമായിട്ട് അത് പുറത്തേക്ക് വരുന്നത്. അതുപോലെ അധ്യാപകർ, എല്ലാ അധ്യാപകരുടെയും ആഗ്രഹം എല്ലാ കുട്ടിയും 100-ൽ 100 മാർക്ക് വാങ്ങി ഏറ്റവും മിടുക്കിയായി വളർന്നു വരണമെന്നാണ്. തിരിച്ചൊരു ആലോചനയെ അവർക്കില്ല. അത് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അതാണ് ആ ഒരു ജോലിയുടെ പ്രത്യേകത. ആ ഒരു സർവീസ് മൈൻഡാണ്, അതായത് ഒരു സേവനമാണ്. അടുത്ത സമൂഹത്തിലേക്ക് വാർത്തെടുക്കുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും നന്നായിട്ട് വരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് അവരൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രായത്തിൽ നിങ്ങളോട് അത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ അനുസരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, നിങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങളെ പിന്നിൽ നടന്ന് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുത നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. നിങ്ങളെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. കുറച്ചു കാലം മാത്രമേ നിങ്ങളെ അങ്ങനെ പറഞ്ഞ് ശരിയാക്കാൻ പറ്റുള്ളൂ. ആ സമയം അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കണം. പോസിറ്റീവ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിറയെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷേ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ആരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ലല്ലോ, ഞാനൊരു നല്ല കാര്യം ചെയ്തു, ആരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ല, എന്നെ അഭിനന്ദിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കരുത്. പലരും പല കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവരാണ്.
അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ ഒരു വയസ്സായ ആൾ കഷ്ടപ്പെടുകയാണ്. നമ്മൾ അദ്ദേഹത്തെ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചു. പക്ഷെ ആരും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അഭിനന്ദനങ്ങളൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും എല്ലാവരും വന്നിട്ട് നല്ല കുട്ടി നന്നായി ചെയ്തു എന്നൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ഒരിക്കലും ഡെസ്പറേറ്റ് ആവരുത്. കാരണം നിങ്ങളുടെ ഉള്ളിലൊരു നന്മയുണ്ട്. ആ നന്മയാണ് നിങ്ങൾ പുറത്ത് കാണിച്ചത്. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ സ്വന്തമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. വെരി ഗുഡ്, വെൽ ഡൺ, യു ആർ എ ഗുഡ് ബോയ് ഓർ എ ഗുഡ് ഗേൾ. അങ്ങനെ സ്വന്തമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മളെ നമ്മൾ തന്നെ അംഗീകരിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും അംഗീകരിക്കുമോ? ആദ്യമായിട്ട് അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്താണോ ഉള്ളത്, കൈകളുണ്ട്, കാലുകളുണ്ട്, കണ്ണുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളും, എല്ലാ ശാരീരികമായ എല്ലാ പ്രത്യേകതകളും മനുഷ്യർക്കുള്ളതെല്ലാം തന്നിട്ടാണ് ഈശ്വരൻ നമ്മളെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അതില്ലാത്ത എത്രയോ ആളുകളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട്. അച്ഛനമ്മമാരില്ലാത്ത എത്രയോ ആളുകളുണ്ട്, അല്ലേ? ഒരുപാട് കഷ്ടപ്പെടുന്ന കുട്ടികളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും ദുഃഖിച്ചുകൊണ്ടേയിരിക്കുക. എന്തൊരു മണ്ടത്തരാണത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആവരുത് കുട്ടികളെ. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ പോഷിപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യാനും ഏറ്റവും നല്ല വ്യക്തിയായി നല്ലൊരു സിഗ്നേച്ചർ ഇവിടെ ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് നിങ്ങളുടെ ദൗത്യം ഇപ്പോൾ. അത് നിങ്ങൾ എവിടെ നിന്നാണോ നിങ്ങൾക്ക് അറിവുകൾ ശേഖരിക്കാൻ സാധിക്കുക അവിടെ നിന്നൊക്കെ ശേഖരിച്ച് എവിടെ നിന്നാണോ നന്മകൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുക അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് നിങ്ങളൊരു നന്മയുടെ ഒരു നല്ല വ്യക്തിയായി വളർന്നു വന്ന് വീടിനും സമൂഹത്തിനും നാടിനും എല്ലാവർക്കും നന്മ ചെയ്യുന്നൊരു വലിയ വൻ വൃക്ഷമായി വളർന്നു വരണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത്രയും കാര്യങ്ങൾ കേട്ടതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പറഞ്ഞതുപോലെ കേട്ടനുസരിച്ച് നല്ല കുട്ടികളായിട്ട് നടക്കുക.